എല്ലാവർക്കും നമസ്കാരം. മലയാളികൾക്ക് ഏറെ സുപരിചിതനും പ്രിയങ്കരനുമായ MD വാസുദേവൻ നായരുടെ പെരുമഴയുടെ പിറ്റേന്ന് എന്ന ചെറുകഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവശങ്കരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷങ്ങളിലൂടെയാണ് കഥ നീങ്ങുന്നത്. തൻ്റെ ആദ്യ ഭാര്യയിലെ മകനെ, വിദേശത്തു നിന്ന് കാനഡയിൽ നിന്ന് വരുന്ന മകനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ കാത്തു നിൽക്കുന്ന ശിവശങ്കരനെയാണ് നമ്മൾ കഥയുടെ ആദ്യ ഭാഗത്ത് കാണുന്നത്. സുഹൃത്തായ ഇബ്രാഹിം കുട്ടി ഏർപ്പാടാക്കി തന്ന ടാക്സിയിൽ ഹംസ എന്ന ഡ്രൈവറെയും കൂട്ടി അദ്ദേഹം മുംബൈ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഫ്ലൈറ്റിന് സമയമൊക്കെ നോക്കി, ലേറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി അദ്ദേഹം മകനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഒരിക്കലേ അവിടെ വന്നിട്ടുള്ളൂ, അത് മകൻ അപ്പുവിനെ വിദേശത്തേക്ക് യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ അവസാനം കണ്ടത്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് തുടർന്ന് നോക്കാം. 38-ാമത്തെ പേജിൽ ഹംസ വീണ്ടും കാറിനടുത്തേക്ക് തിരിച്ചു പോയിരിക്കുന്നു. ടിക്കറ്റ് വാങ്ങി ഹാളിൽ കയറി. സീറ്റുകൾ മിക്കവാറും സന്ദർശകർ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. കുടുംബങ്ങളാണെന്ന് തോന്നുന്ന ചില സംഘങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട ചില സീറ്റുകൾ ഒഴിവുണ്ട്. ഇരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അവസാനത്തെ സിഗരറ്റും തീർന്നിരിക്കുന്നു. ഹാളിൻ്റെ അറ്റത്ത് കോണിച്ചുവട്ടിൽ ആപ്പിൾ ജ്യൂസ് വിൽക്കുന്ന ഒരു സ്റ്റാൾ മാത്രമേ കണ്ടുള്ളൂ. ഒത്തിരി സിഗരറ്റ് വലിക്കുന്നയാളാണ് ശിവശങ്കരൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന സ്റ്റോക്കൊക്കെ തീർന്നു. അതിൻ്റെ അകത്താണെങ്കിൽ സിഗരറ്റ് വിൽക്കുന്ന കടയിട്ടില്ലതാണ്. ആകെപ്പാടെ ഇവിടെയുള്ളൊരു ജ്യൂസ് കട മാത്രമാണ്. ഹാളിൽ ഉഷ്ണമായിരുന്നു. വാതിക്കൽ ടിക്കറ്റ് നോക്കാനിരിക്കുന്ന ഉദ്യോഗസ്ഥനോട് പാനാം ഫ്ലൈറ്റ് സമയത്തിന് തന്നെയാണോ എന്ന് ഹിന്ദിയിൽ ചോദിച്ചു. അയാൾ മറുപടി പറയാതെ അടുത്തിരിക്കുന്ന പോലീസുകാരനോട് എന്തോ പറയുന്നതിനിടയിൽ പുറത്തെ ചുവരിൻ്റെ മുകളിലേക്ക് വിദഗ്ധമായി ഒരാംഗ്യം കാട്ടി. പറയേണ്ട കാര്യമില്ല, അവിടെ വരുന്ന പോകുന്നതുമായിട്ടുള്ള ഫ്ലൈറ്റുകളുടെ സമയം കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കാൻ ഉള്ള ആംഗ്യം കാണിക്കുകയാണ് പോലീസുകാരൻ. പുറത്ത് സുഖകരമായ തണുപ്പ്. മാനം കുറെ കൂടി തെളിഞ്ഞിരിക്കുന്നു. നിർത്തിയിട്ട കാറിനടുത്ത് ചെന്നപ്പോൾ സ്റ്റീരിയോ താണശബ്ദത്തിൽ ഓൺ ചെയ്ത് വെച്ച് ഹംസ സിനിമാ പാട്ട് കേൾക്കുന്നു. ലേറ്റ് ഉണ്ടോ? ഹംസ ചോദിക്കുകയാണ്. 10 ഇപ്പോഴും കാണിക്കുന്നത്. സിഗരറ്റ് എവിടെയാ കിട്ടുക? ഹംസ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ നിന്ന് ഒരു തുറന്ന റോത്ത്മാൻ പാക്കറ്റ് എടുത്ത് നീക്കി. ഒരു സിഗരറ്റ് പാക്കറ്റ് ഒന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഹംസ പറഞ്ഞു, വെച്ചോളി, ഇവിടെ അടുത്തൊന്നും കടയുണ്ടെന്ന് തോന്നുന്നില്ല. വീണ്ടും ശിവശങ്കരൻ സംശയിച്ച് നിൽക്കുമ്പോൾ, വെച്ചോളി, ഞമ്മക്കിത് കാശ് കൊടുക്കാണ്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കിട്ടും. സ്നേഹമുള്ളവനാണ് ഹംസ. ഒരു സിഗരറ്റ് ചോദിച്ചപ്പോൾ ഒരു പാക്കറ്റോടെ അയാൾ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ കഥാനായകൻ സംശയിച്ചു എന്നവൾ പറഞ്ഞു, പേടിക്കണ്ട, ഇതൊന്നും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നൊന്നുമില്ല. വിദേശത്തുനിന്ന് വരുന്നവരെ കൂട്ടാൻ വേണ്ടി ഹംസ മിക്കവാറും എയർപോർട്ടിൽ വരുന്നതാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ സന്തോഷത്തോടു കൂടി സിഗരറ്റ് പാക്കറ്റ് സ്പ്രേയും ഒക്കെ സമ്മാനം കൊടുക്കാറുണ്ട് ഹംസയ്ക്ക്. അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അയാൾ ബാക്ക് ഡോർ തുറന്നായിരുന്നു. അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞ് ഹംസ ഇറങ്ങിപ്പോയി. കാഴ്ചയ്ക്ക് തനി തെരുവ് കൊണ്ടയാണെന്ന് തോന്നുന്ന ഇവനത്ര നല്ലവൻ. മൃച്ചന്താനിമാർ ഉള്ളതുകൊണ്ട് മാത്രം ലോകം ദുസ്സഹമാകുന്നില്ല. മൃച്ചന്താനിയെ ഓർക്കുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ തലപ്പത്തിരുന്ന് പത്ര ഓഫീസിൽ അയാളെ നിയന്ത്രിക്കുന്നയാളാണ്. അയാൾ അത്ര മര്യാദക്കാരനൊന്നുമില്ല. ശിവശങ്കരനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മര്യാദ പഠിപ്പിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ കണ്ടു കഴിയുന്നതാണ്. അങ്ങനെയുള്ള ദുഷ്ടന്മാരുള്ളതുകൊണ്ട് മാത്രം ഈ ലോകം ദുസ്സഹമായി തീരുന്നില്ല. മറിച്ച് ഹംസയെ പോലുള്ള മനുഷ്യനെ സ്നേഹിക്കാൻ അറിയാവുന്ന ആളുകളും ഈ ലോകത്തിലുണ്ട് എന്ന് സമാധാനിക്കുകയാണ് ശിവശങ്കരൻ. വേറെ 1-2 ഉദാഹരണങ്ങൾ കൂടി ഇദ്ദേഹം കാണിക്കുന്നുണ്ട്. കണക്ക് പിന്നെ പറയാമെന്ന് പറയുന്ന ഇബ്രാഹിം കുട്ടി നമ്മൾ കണ്ടതാണ്. ടാക്സിക്ക് പൈസ എത്രയാകുമെന്ന് ഇബ്രാഹിം കുട്ടിയോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ ആദ്യം ഡോളർ കൊണ്ട് വരിയെന്നാണ് പറഞ്ഞത്.
അല്ലാതെ ഇത്ര രൂപ കിട്ടണം എന്നൊന്നും വാശി പിടിച്ചില്ല. ആ ഡ്രൈവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ആ വണ്ടി കൊടുത്തു വിടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ സ്വന്തം കിടപ്പുമുറിയിൽ അപ്പുവിന് വേണ്ടി പുതിയ ഷീറ്റുകൾ വിരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന അയൽക്കാരി മിസ്സസ് ഡിസൂസ മറ്റൊരു നല്ല കഥാപാത്രത്തിന് ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ് എം ഡി. മുംബൈയിലെ താമസ പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പവും കൂടി ശിവശങ്കറിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ ഇടയില്ല. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്ന അവസരത്തിലാണ് അയൽക്കാരിയായ ഈ മിസ്റ്റർ ഡിസൂസ പറയുന്നത്, എൻ്റെ വീട്ടിലല്ല ഇഷ്ടം പോലെ സ്ഥലം കിടക്കുന്നത്, അപ്പൂനെ അങ്ങോട്ട് വിടാൻ പറഞ്ഞ് അവർ ആ അപ്പൂനെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള എത്രയോ നല്ല നല്ല ആളുകൾ ഈ ലോകത്തുണ്ട് എന്നാണ്. മർച്ചന്താനിമാരെ പോലെയുള്ള ദുഷ്ടന്മാരുമുണ്ട്, ബ്രാഗ് കുട്ടിയെ പോലെയും അതുപോലെ തന്നെ മിസ്സസ് ഡിസൂസയെ പോലെയും ഹംസയെ പോലെയൊക്കെയുള്ള നല്ല മനുഷ്യരും ഈ ലോകത്തുണ്ട്. അങ്ങനെയാണല്ലോ ഈ ലോകം സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് നീങ്ങുന്നത്. കാനഡയിൽ നിന്ന് ആദ്യം വന്ന കത്തുകൾ വലുതായിരുന്നു. മകൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പു വിദേശത്തേക്ക് പോയി കഴിഞ്ഞ് കാനഡയിൽ നിന്ന് ആദ്യമായി അയച്ച കത്തുകൾക്കൊക്കെ സാമാന്യ വലിപ്പമുണ്ടായിരുന്നു. ട്രെയിനിങ്ങും ജോലിയും ഒരുമിച്ചാണ്. മഹാരാഷ്ട്രക്കാരനൊരാളുടെ കൂടെയാണ് താമസം. സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിയപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് എടുത്ത ഫോട്ടോ അയച്ചു. ഇതൊക്കെ ആദ്യത്തെ ആവേശം. പിന്നീട് അങ്ങനെ കാര്യമായിട്ട് കത്തുകളൊന്നും വരാറില്ലായിരുന്നു എന്നുള്ളതാണ് സൂചന. വീണ്ടും ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഒരിക്കൽ എഴുതി. ഒരിക്കലും നടക്കാനിടയില്ലാത്ത ഒരു വൺമാൻ ഷോയെ പറ്റിയും എഴുതി. അതായത് സ്വന്തം ചിത്രങ്ങൾ വരച്ച് പ്രദർശനത്തിന് വയ്ക്കുന്ന കാര്യമാണ് ശിവശങ്കർ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊന്നും ഇതുവരെയും നടപ്പായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശം. എന്തെങ്കിലുമൊക്കെ എഴുതാതെ ഒരു പേജ് നിറയ്ക്കുന്നത് എങ്ങനെ? വളരെ താമസിച്ച് വന്ന മറുപടിയിൽ ഭാഗ്യത്തിന് എക്സിബിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ അവൻ മറക്കാതെ അന്വേഷിച്ചിരുന്നു. ആരോഗ്യം ഭദ്രമാണല്ലോ. എപ്പോൾ കത്തെഴുതിയാലും അപ്പു ശിവശങ്കരോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, ആരോഗ്യം എങ്ങനെയുണ്ട്, BP ഒക്കെ നോർമലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഒരു പ്രദർശനം ഞാൻ ശരിയാക്കുന്നുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞിട്ടാണ് ഇതിനൊരു മറുപടി കിട്ടിയപ്പോൾ തന്നെ ഒരു സന്തോഷ വർത്തമാനം ഉണ്ടായിരുന്ന ഇതാണ്, ആ പ്രദർശനം എങ്ങനെയായിരുന്നു എന്ന് ആ മകൻ ചോദിച്ചില്ല. അത് വലിയ ഭാഗ്യമായിട്ട് ശിവശങ്കരൻ കണക്കിലെടുക്കുകയാണ്. എവിടെ നിങ്ങളുടെ മഹാപ്രദർശനങ്ങൾ? എവിടെ ലക്ഷങ്ങളും കൊണ്ട് ക്യൂ നിൽക്കുന്ന ആവശ്യക്കാർ? ജയശ്രീയും ചോദിച്ചില്ല. ജയശ്രീ മുംബൈയിലുള്ള ശിവശങ്കരൻ്റെ രണ്ടാം ഭാര്യയാണ്. തൻ്റെ ശമ്പള പാക്കറ്റിനകത്തേക്ക് വീട്ടാൻ ബാക്കിയുള്ള ഒരു പഴയ ബില്ല് പോലെ അവൾ ജീവിതം മടക്കി വെച്ചപ്പോൾ കൂടി. ഹാൻഡ്ലൂം ഷോപ്പിലെ സെയിൽസ് ഗേളിൻ്റെ ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഇതിനായിരുന്നു. അവൾ ചോദിച്ചില്ല. അതെ, താൻ ഉടനെ തന്നെ വലിയ പണക്കാരനാകും, ചിത്രപ്രദർശനം നടത്തും, നീ ഇനി ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ഒരു സെയിൽസ് ഗേളിൻ്റെ പണി ഉണ്ടായിരുന്നതാണ് ജയശ്രീക്ക്. ആ പണി കളഞ്ഞിട്ട് ആ പെണ്ണിനെ വീട്ടിൽ കയറ്റി ഇരുത്തി. ഇതൊക്കെ കൊണ്ട് എന്ത് നേടി എന്ന് ഭാഗ്യത്തിനാരും ഇതുവരെ ശിവശങ്കരനോട് ചോദിച്ചില്ല. അഭയശങ്കറെ നശിപ്പിച്ച് ഭ്രാന്തനാക്കിയതൊരു സ്ത്രീയാണെന്ന് കേട്ടിട്ടുണ്ട്. അഭയങ്കറെ പണ്ട് മോഡലായിരുന്ന അവർ 50-ാം വയസ്സിലും സുന്ദരിയായി. വിദേശത്തിപ്പോൾ കലോത്സവങ്ങൾ സർക്കാരിന് വേണ്ടി സംഘടിപ്പിച്ച് വിലസുന്നു. അവരെ കുറ്റപ്പെടുത്താൻ തോന്നിയിട്ടില്ല. ചൗപ്പാത്തിലെ ഫുട്പാത്തിലും 5 സ്റ്റാർ ഹോട്ടലുകളുടെ പടിക്കലും ചിത്രങ്ങൾ വിൽക്കാൻ നിരത്തി വിളിച്ചു പറഞ്ഞിട്ടാണ് ഭ്രാന്തിൻ്റെ തുടക്കം. ഹുസൈൻ്റെ പ്രദർശനത്തിൻ്റെ പടിക്കിൽ നിന്ന് മെഗാഫോണിൽ കല കച്ചവടം ചെയ്യുന്നതിനെ പറ്റി പ്രസംഗിച്ചു. പിന്നീട് MS ഹുസൈൻ എന്ന് പറയുന്ന സുപ്രസിദ്ധ ചിത്രകാരനെയാണ് സൂചിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പ്രശസ്തനായി ഒന്ന് പക വീട്ടാമെന്ന് കരുതിയാണോ ജയശ്രീ ചോദിക്കുന്നത് പോലെ ഇലക്ട്രിക് ട്രെയിനിന് മുമ്പിൽ ചാടിയത്? ഇതൊക്കെ ഇടയ്ക്ക് സാന്ദർഭികമായിട്ട് കയറി വരുന്ന കഥാപാത്രങ്ങളും സംഭവങ്ങളുമാണ്. പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്ന വീട്ടിലെ പെൺകുട്ടി ഗർഭിണിയായതറിഞ്ഞപ്പോൾ നാട്ടിൽ എല്ലാ കലാപത്തിനും ഇടയ്ക്ക് അവൾ അപ്പുവിൻ്റെ അമ്മ പറഞ്ഞുവെന്ന് കേട്ടു, ശിവേട്ടന് അതാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ, എല്ലാവരും ദയ കാണിച്ചിട്ടേ ഉള്ളൂ അടിയിലൊന്ന് വരച്ച്. നാട്ടിൽ ഭാര്യയും മകനും ഉള്ളപ്പോഴാണ് വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇടത്താവളം എന്നുള്ള നിലയിൽ മുംബൈയിൽ അദ്ദേഹം താമസമാക്കിയത്. നിർഭാഗ്യവശാൽ ആ വീട്ടിലെ പെൺകുട്ടിയുമായിട്ട് പരിചയമാകുകയും അവൾ ഗർഭിണിയാകുകയും ചെയ്തു.
അത് നാട്ടിലറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ കോലാഹലം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. പക്ഷേ ആ ബഹളത്തിനിടയിലും അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തോട് ദയ കാണിച്ചു. അദ്ദേഹത്തിന് സൗകര്യം അതാണെന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ, അദ്ദേഹം അവിടെ താമസിച്ചുകൊള്ളട്ടെ, അവളെ വിവാഹം കഴിച്ചുകൊള്ളട്ടെ എന്ന് പറയുകയായിരുന്നു ആ സ്ത്രീ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എന്നോട് ദയയും സഹതാപവും കാണിച്ചിട്ടേ നാട്ടിലെ ഭാര്യയാണെങ്കിലും ബൊംബെയിലെ ഭാര്യയാണെങ്കിലും ജയശ്രീ ആണെങ്കിലും എല്ലാവരും കരുണയാണ് കാണിക്കുന്നത് അയാളോട്. അഭയങ്കരെ പോലുള്ളവർക്ക് തോൽവി, ഇല്ലാത്ത ശത്രുവിൻ്റെ തലയിൽ ചാരി സമാധാനിക്കണം. പാരീസിലേക്കുള്ള യാത്രയിൽ ഈ ഇടത്താവളത്തിൽ തന്നെ നിന്നതിന് ആരും തെറ്റുകാരല്ല. ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ ഇവിടെയും തേടി വന്നു. ഇതൊക്കെ മതി. അപ്പു പഠിക്കുന്നു, നന്നായി പഠിക്കുന്നു, എഞ്ചിനീയറിങ്ങിന് പ്രവേശനം കിട്ടുന്നു, വിഷമമൊന്നുമില്ല, അമ്മാവൻ വേണ്ടതെല്ലാം ചെയ്യുന്നു എന്നൊക്കെ അറിയുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. മനഃപൂർവ്വമല്ല ജയശ്രീ വിവാഹം കഴിക്കുന്ന സാഹചര്യം വന്നത്. അതങ്ങനെ സംഭവിച്ചു പോയതാണ്. നാട്ടിലെ ഭാര്യയുടെ സ്നേഹമില്ലായിരിക്കുകയില്ല, ആ മകനോടും സ്നേഹക്കൂടുതൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാട്ടിൽ കാര്യങ്ങളെല്ലാം ഭദ്രമായിട്ട് അമ്മാവിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നുന്നു. ഒരു മായാജാലക്കാരനെ പോലെ പിന്നിൽ നിന്നാണ് ഡ്രൈവർ വന്ന് ഡോറിനരികെ പ്രത്യക്ഷപ്പെട്ടത്. ലാൻഡ് ചെയ്തു 5 മിനിറ്റ് ബിഫോർ ടൈം. അതെ, പാനം ഫ്ലൈറ്റ് 5 മിനിറ്റ് മുമ്പ് തന്നെ വന്നിറങ്ങി. വിദേശ കമ്പനികളെ പ്രശംസിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പരിഭ്രമിച്ച് എഴുന്നേറ്റു. തിരക്കണ്ട, പുറത്തു വരാൻ 1 മണിക്കൂർ പിടിക്കും. ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന പോലെ പോരാൻ പറ്റില്ലല്ലോ. അത് ഹംസയ്ക്കറിയാം. ഹംസ പറഞ്ഞ് പിടിച്ചങ്ങോട്ട് പോകുമൊന്നും വേണ്ട, ഇനിയും 1 മണിക്കൂർ കഴിഞ്ഞ് ആളുകൾ പുറത്തു വരാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അറിയാം, തിരക്കൊന്നുമില്ല എന്ന ഭാവത്തിൽ പുറത്തു കടന്നു. വെറുതെ കിട്ടുന്ന സിഗരറ്റ് ആയതുകൊണ്ട് പുകച്ചു തള്ളുന്നു എന്ന് ഇവന് തോന്നുമോ? കാർ പാർക്കിലൂടെ നടന്ന് ഡോം ലൈറ്റുകൾക്കിടയിലെ പ്രവേശന കവാടത്തിൻ്റെ മുമ്പിലെത്തി. തെരുതെരെ സിഗരറ്റ് വലിച്ച് തീർക്കുകയാണ് കഥാനായകൻ. അപ്പോൾ ഹംസ ഇപ്രകാരം ചിന്തിക്കുമെന്നൊരു സംശയം. തൻ്റെ സിഗരറ്റ് ചുമ്മാ കിട്ടിയതുകൊണ്ട് ചുമ്മാ വലിച്ച് തള്ളുകയാണെന്ന് ഡ്രൈവർക്ക് തോന്നുമോ എന്ന സംശയം അയാൾക്കുണ്ട്. അങ്ങനെ അയാൾ നടന്ന് പ്രവേശന കവാടത്തിൻ്റെ വാതിക്കലെത്തി. ഹാളിൽ ഇപ്പോൾ സീറ്റുകൾ ഒഴിവുണ്ട്. മുകളിൽ കയറി നിൽക്കാൻ ഒരു ഗ്യാലറി ഉണ്ടെന്ന് മനസ്സിലായി. കസ്റ്റംസ് കൗണ്ടറുകളിലേക്ക് ആളുകൾ കയറുന്നത് കണ്ണാടിയിലൂടെ കാണാമെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ കൂടെയുള്ള 2 പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കേട്ടതാണ്. നല്ലത് മുറ്റത്തു നിന്ന് നോക്കുന്നതാണ്. പാതി മറച്ച നീണ്ട വരാന്തയിലൂടെ വരുന്നവരെ കൂട്ടത്തിനിടയ്ക്ക് കാണാതെ പോകും എന്ന ഭയം വേണ്ട. തിരക്കിൽ കയറിപ്പറ്റാൻ എവിടെ നോക്കിയാലും തോറ്റിട്ടേയുള്ളൂ. ശിവശങ്കരൻ സ്വന്തം കാര്യം പറയുകയാണ്. തിരക്ക് അദ്ദേഹത്തിന് അത്ര സുഖകരമായൊരനുഭവമല്ല. തിരക്കിനിടയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിടത്തൊക്കെ താൻ തോറ്റുപോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ശ്രമിക്കാറില്ല. ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ ആളുകൾക്കിടയിലൂടെ വഴിയുണ്ടാക്കാൻ എന്നും പ്രയാസമാണ്. ആരെങ്കിലും തട്ടുകയോ മുട്ടുകയോ കാലിൽ ചവിട്ടുകയോ ചെയ്താലോ എന്ന ഭയം. 2-3 മിനിറ്റ് ലാഭിച്ചിട്ട് എന്ത് നേടാനാണ്? ചവിട്ടി കുതിക്കുന്നവർ അത് മനസ്സിലാക്കുന്നില്ല. മുംബൈയിലൊക്കെ ഉള്ള തിരക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതിലുമൊക്കെ അപ്പുറത്താണ്. ഫുട്പാത്തിലൂടെയൊക്കെ ആളുകൾ ഇങ്ങനെ ഒഴുകി നീങ്ങുകയാണ്. അപ്പോൾ നമുക്ക് തിരക്കുണ്ടെങ്കിലും മുമ്പേ പോകുന്നവനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ ശിവശങ്കറിന് കഴിയാറില്ല. പക്ഷെ അങ്ങനെ പോകുന്നവരുണ്ട്. എന്ത് നേടാനാണ് ഇങ്ങനെ പാഞ്ഞു പോകുന്നത് എന്നാണ് ശിവശങ്കരൻ ചിന്തിക്കുന്നത്. ആഫീസിലെ വലിയ ലിഫ്റ്റിൽ ആൾ തികഞ്ഞുവെന്ന് പറഞ്ഞ് കാവൽക്കാരൻ വാതിലടയ്ക്കുമ്പോഴായിരിക്കും മിക്കവാറും മുന്നിലെത്തുന്നത്. ക്ഷമയോടെ ഒഴിഞ്ഞു നിൽക്കും. പക്ഷേ താൻ കണ്ടു നിൽക്കെ അടയുന്ന വാതിലിൻ്റെ ഇടയിലേക്ക് എടുത്തു ചാടി കാവൽക്കാരെ ഭീഷണിപ്പെടുത്തി പിന്നെ വന്ന 2 പേരെങ്കിലും കയറിപ്പറ്റും. ആപത്തുകളും അപകടമരണങ്ങളും അങ്ങനെയാണ് ചിലയിടങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന വിവരമുണ്ടായിട്ട് വേണ്ടേ. ഇത് തിരക്കുള്ള കെട്ടിടങ്ങളിലൊക്കെ, ബിൽഡിങ്ങുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പതിവ് കാഴ്ചയാണ്. ലിഫ്റ്റിലേക്ക് ആളുകൾ കയറാനായിട്ട് തിരക്ക് കൂട്ടുന്നു. ലിഫ്റ്റിന് അതിൻ്റെ വെയിറ്റിനൊരു പരിധിയുണ്ട്. അതിൽ കൂടുതലായിക്കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആകും. അതുകൊണ്ടാണ് അതിൻ്റെ കാവൽക്കാരൻ മതി എന്ന് പറഞ്ഞ് അതിൻ്റെ വാതിലടയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും
ആ കാവൽക്കാരനെ ഭീഷണിപ്പെടുത്തിയിട്ട് നീ പോടാന്നും പറഞ്ഞ് ഇടിച്ചു കയറി ലിഫ്റ്റിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ശിവശങ്കരൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഉണ്ടോ ഇവർ മനസ്സിലാക്കുന്നു? എല്ലാവരും മുന്നോട്ട് പായുകയല്ലേ, ആർക്കും സമയമില്ല, എല്ലാവരും തിരക്കിലാണ്. അതൊരു ലോകത്തിൻ്റെ ഒരു അവസ്ഥയാണല്ലോ അത്. ഒരു സംഘം ആളുകൾ പുറത്തേക്ക് വരുന്നു. പാനാമിൽ വന്നവരാണോ? വിദേശികളും ഇന്ത്യക്കാരുമുണ്ട്. അവർ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ പെട്ടുകളിലെ സ്റ്റിക്കറിൽ വിമാന കമ്പനിയുടെ പേരുണ്ടോ എന്ന് നോക്കി. ചോദിക്കണോ? അല്ല, ഇത് സ്വിസ് എയർ ടെലിവിഷനിൽ 1 മണിക്കൂർ മുമ്പേ ഇറങ്ങിയതായി കണ്ടിരുന്നു. അത് നേരത്തെ ഇറങ്ങിയ സ്വിസ് എയർവേസിൻ്റെ വിമാനത്തിൽ വന്ന യാത്രക്കാരാണ് ഇപ്പോൾ പോകുന്നത്. മുമ്പ് അപ്പുവിനെ യാത്ര അയക്കാൻ വരുമ്പോൾ ജയശ്രീയോട് പറഞ്ഞിരുന്നില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം കാനഡയിൽ നിന്ന് കത്ത് വന്നപ്പോൾ മാത്രം പറഞ്ഞു, പോകുമ്പോൾ എന്നെ വന്ന് കണ്ടിരുന്നു. രഹസ്യങ്ങൾ കുറേയൊക്കെ സൂക്ഷിക്കാതെ പറ്റുകയല്ലോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആദ്യത്തെ ഭാര്യയിലുണ്ടായ മകനാണല്ലോ അപ്പു. അപ്പുവിനെ അമിതമായി സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും 2ാം ഭാര്യയ്ക്ക് അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അപ്പുവിനെ യാത്രയാക്കാൻ എയർപോർട്ടിൽ പോയ കാര്യം ജയശ്രീയോട് ശിവശങ്കരൻ മനഃപൂർവ്വം പറഞ്ഞില്ല. പിന്നെ അവൻ്റെ കത്ത് വിദേശത്തുനിന്ന് വന്നപ്പോൾ അവൻ എന്നെ വന്ന് കണ്ടായിരുന്നു എന്ന് നുണ പറയുകയാണ്. ഇങ്ങനെ ഉള്ള നുണകളിലൂടെയാണല്ലോ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ അവൻ ജയശ്രീയെയും കുട്ടികളെയും കാണുമല്ലോ. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ തന്നെ നിശ്ചയിച്ചാണ് വന്നത്. ഇപ്രാവശ്യം 2 കൽപ്പിച്ചാണ് ശിവശങ്കരൻ വന്നിരിക്കുന്നത്. എന്നാണെങ്കിലും അച്ഛൻ്റെ 2ാം ഭാര്യയും മക്കളെയും അവന് കാണാതിരിക്കാനാകില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് അവരെ കാണിച്ചേക്കാം. ജയശ്രീയുടെ അല്ലെങ്കിൽ തൻ്റെ മുംബൈയിലെ വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് തീരുമാനിച്ചുറച്ചാണ് ഇന്ന് ശിവശങ്കരൻ ഈ എയർപോർട്ടിൽ വന്ന് കാത്തു നിൽക്കുന്നു. മിസ്സസ് ഡിസൂസ ഫ്ലൈറ്റിൽ ഭക്ഷണം കഴിച്ചാലും വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കണമെന്ന് ജയശ്രീ ഉപദേശിച്ചു. ഒരുമിച്ച് പോയി സാധനങ്ങൾ വാങ്ങാനൊരുങ്ങി. അപ്പുവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ജയശ്രീയും കുട്ടികളും അയൽപക്കക്കാരി നല്ലവളായ മിസ്സസ് ഡിസൂസയും കൂടി. പക്ഷേ കിടപ്പ് എവിടെയാവണം? ഊണുമുറിയും സ്വീകരണ മുറിയും എല്ലാം കഴിഞ്ഞ് അല്പം സ്ഥലത്താണ് കുട്ടികൾ കിടക്കുക. കിടപ്പ് മുറി ഒന്നേ ഉള്ളൂ. ബോംബെയിലെ പാർപ്പിട പ്രശ്നം അവന് ഊഹിക്കാവുന്നതാണല്ലോ എന്ന് സമാധാനം കണ്ടെത്തി. അതെ, ബോംബെയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്ഥലപരിമിതിയാണ്. ഭക്ഷണം എവിടെ നിന്നെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒന്ന് കിടത്താനാണ് പ്രയാസം. എല്ലാം കൂടി ഒരു കിടപ്പ് മുറിയും ഒരു അടുക്കളയും പിന്നെ ഒരു ഇട്ടാവട്ട സ്ഥലമേ കാണുകയുള്ളൂ. കിടപ്പുമുറി അവന് കൊടുത്ത് എല്ലാവരും പുറത്ത് കിടക്കാമോ എന്ന് ആലോചിക്കുമ്പോൾ മിസ്സസ് ഡിസൂസ പറഞ്ഞു, എന്തിന് എൻ്റെ സ്ഥലമുള്ളപ്പോൾ? അത് എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വീട് ചുമ്മാ കിടക്കുകയല്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് ഞെരുങ്ങുന്നത്? അപ്പുവിനെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്നാണ് പറയുന്നത്. മക്കളും മക്കളുടെ മക്കളുമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അവരുടെ വീട്ടിൽ ഒരിക്കലും വിരുന്നുകാർ വന്നത് കണ്ടിട്ടില്ല. ആളുകൾ ഈ വൃദ്ധയെ പഠിക്കണമെന്ന് മനസ്സിൽ പറയാറുണ്ട്. 70 വയസ്സിലും എല്ലാ ജോലികളും സ്വയം ചെയ്യുന്നു. മരിച്ച ഭർത്താവിൻ്റെ പെൻഷൻ കൊണ്ട് ഒരാവലാതിയുമില്ലാതെ കഴിയുന്നു. ഈ മിസ്സസ് ഡിസൂസയ്ക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവരാരും ആ വീട്ടിൽ ഇതുവരെ ആരെങ്കിലും താമസിക്കാൻ വന്നതായിട്ട് കണ്ടിട്ടില്ല. ശിവശങ്കരൻ പറയുകയാണ്, ആളുകൾ ഈ സ്ത്രീയെ കണ്ടു പഠിക്കണം. അവർക്ക് വയസ്സ് 70ആയി. ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ ഒറ്റയ്ക്ക് ചെയ്യുന്നു. ഭർത്താവിൻ്റെ പെൻഷനുണ്ട്. അതുകൊണ്ട് അവർ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അയൽക്കാരിയെ കിട്ടിയത് ഭാഗ്യം. വിറ്റ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV-യുടെ സ്ഥാനത്ത് കളർ വരാത്തത് എന്ത് എന്ന് കുട്ടികൾ ചോദിക്കുന്നത് കൂടിയില്ല. ശിവശങ്കരൻ്റെ വീട്ടിലെ കാര്യമാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV പഴയ കാലത്ത് അത് വിറ്റു. അതിൻ്റെ സ്ഥാനത്ത് പുതിയ കളർ TV എന്തുകൊണ്ട് വെച്ചിട്ടില്ല എന്ന് ശിവശങ്കരൻ്റെ മക്കൾ ഇതുവരെ ശിവശങ്കരനോട് ചോദിച്ചിട്ടില്ല. കാര്യം എന്താണ്? അടുത്ത വീട്ടിലുണ്ട്. മിസ്സസ് ഡിസൂസ TV വാങ്ങിയത് രാജേഷനും സ്മിതയ്ക്കും വേണ്ടിയാണെന്നേ തോന്നുന്നു. 2 പുതിയ കഥാപാത്രങ്ങളെ കൂടെ നമുക്ക് കിട്ടി. ശിവശങ്കരൻ്റെ ബോംബെയിലുള്ള ഭാര്യയിലുണ്ടായ 2 മക്കളാണ് രാജേഷും സ്മിതയും. അവർ
മുഴുവൻ സമയവും ഈ ഡിസൂസയുടെ വീട്ടിൽ പോയിരുന്ന TV കാണലാണ് പണി. അവരെ ഉദ്ദേശിച്ചാണ് മിസ്സസ് ഡിസൂസ TV വാങ്ങിയതെന്ന് പറഞ്ഞാലും തെറ്റില്ല. അത്രയ്ക്ക് എളുപ്പമാണ് കുടുംബവുമായിട്ട്. 10 വയസ്സുള്ള രാജേഷിൻ്റെ ആൽബത്തിൽ കാനഡയിൽ നിന്നുള്ള കത്തുകളിലെ സ്റ്റാമ്പുകൾ പതിച്ചു വെച്ചിട്ടുണ്ട്. ഡാഡിയുടെ വേറൊരു മകനെപ്പറ്റി ജയശ്രീ ആവശ്യത്തിന് വേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 2 പേർക്കും. 9-ലെത്തിയ സ്മിതയ്ക്ക് കുറച്ചുകൂടി അറിയണമെന്നുണ്ട്. ആ ബ്രദർ ആരെപ്പോലെയാണ്? ഡാഡിയെപ്പോലെയോ അതോ അവിടെ നിർത്തിയിരിക്കുകയാണ്, അതോ നാട്ടിലുള്ള അമ്മയെപ്പോലെയാണോ എന്നാണ് അറിയേണ്ടത്. പെൺകുട്ടികളല്ലേ, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആകാംക്ഷ കൂടും. വിഷയം മാറ്റാൻ എപ്പോഴും എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയിരുന്നു. കാത്തിരിപ്പ്. പലതും കാത്തു നിൽക്കുന്നു പുറത്ത്. വാഹനങ്ങൾ, മഞ്ഞ് വെളിച്ചമുള്ള ഡോം ലൈറ്റുകൾ, പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചവർ. ഇതൊരു ചിത്രത്തിൻ്റെ വിഷയമാണെന്ന് തോന്നി. വിമാനത്താവളത്തിന് പുറത്ത് വരുന്നവരെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകളും അതിൻ്റെ പശ്ചാത്തലവും ഒരു ചിത്രത്തിന് അനുയോജ്യമാണ് എന്ന് ശിവശങ്കറിന് തോന്നി. പെരുമഴ വെള്ളം പൊന്തിയ ചതുപ്പിലെ കുടിലുകൾക്ക് മുന്നിൽ സാരി തെറുത്തു കയറ്റിയ സ്ത്രീകൾ വീട്ടുപാത്രങ്ങൾ തപ്പിയെടുക്കുന്നത് കണ്ടപ്പോഴും തോന്നിയതായിരുന്നു. പിന്നിൽ ആകാശം തുളച്ചു നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ ചാരനിറം, എടുത്തുകുത്തിയ സാരികളുടെ കടം വർണ്ണങ്ങൾ, കറുത്ത ശരീരം, കരിഞ്ചുവപ്പ് നിറമുള്ള വെള്ളം. അതൊരു ചിത്രമാണ്. ചിത്രകാരൻ്റെ മനസ്സിൽ നല്ല നല്ല സ്ഥലങ്ങളും സന്ദർഭങ്ങളും കിട്ടുമ്പോൾ അതൊക്കെ ചിത്രമാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ശിവശങ്കരനും അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പകൽ പാൻറ്റത്തിൻ്റെയും മാൻഡ്രേക്കിൻ്റെയും വർണ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ 1.25 മണിക്കൂർ സഞ്ചരിച്ച് വീട്ടിലെത്തിയാൽ മനസ്സിൽ വരച്ചിട്ട ചിത്രങ്ങളെല്ലാം ഏതോ ചാരനിറത്തിൽ മൂടിപ്പോയി എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഓഫീസിലെ പണിയും ദീർഘദൂരമുള്ള യാത്രയും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും വഴിയിൽ കണ്ട ദൃശ്യങ്ങളും ചിത്രം വരയ്ക്കാനുള്ള ഒരു മൂടുമെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഡ്രൈവർ അടുത്ത് വന്ന് പറഞ്ഞു, അമേരിക്കൻ ഫ്ലൈറ്റിൻ്റെ ആൾക്കാരാണ് വരുന്നത്. കസ്റ്റംസ് ഗേറ്റിൽ പുറത്തു വരുന്നവരെ തന്നെ നോക്കി നിന്നു. വിയർപ്പിറങ്ങി മങ്ങൽ തോന്നിയ കണ്ണടയെടുത്ത് ധൃതിയിൽ തുടച്ച് വീണ്ടും വെച്ചു. ഏത് തിരക്കിലും അകലെ നിന്ന് തന്നെ അപ്പുവിനെ കാണാതിരിക്കില്ല. 3 കൊല്ലം കൊണ്ട് എന്ത് മാറ്റമുണ്ടാവാനാണ്? എന്നിട്ടും വരാന്തയുടെ പകുതി വരെ എത്തിയപ്പോഴേ അപ്പുവിനെ തിരിച്ചറിഞ്ഞുള്ളൂ. വെള്ളി ഫ്രെയിമുള്ള ഒരു കണ്ണട വെച്ചിട്ടുണ്ട് എന്ന വ്യത്യാസമേ ഉള്ളൂ. വലിയ പോക്കറ്റുള്ള കാക്കി നിറത്തിലുള്ള ഷർട്ടും കറുത്ത പാൻറ്റും. അല്പം തടിച്ചിട്ടുണ്ട് അല്ലേ? അതെ, വരണുണ്ട്. അലുമിനിയം റെയിലിന് അപ്പുറത്തേക്ക് തല നീട്ടി നോക്കി കൈ കാണിച്ചു. അവൻ കണ്ടു. അവൻ ട്രോളി ഉന്തി അരികിലേക്ക് മാറ്റി അടുത്ത് വന്ന് കൈ പിടിച്ചു. യു ആർ ഹിയർ, വെയിറ്റ്. അപ്പനവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പു. ട്രോളിയും കൊണ്ട് മുറ്റത്തേക്ക് കടന്നപ്പോൾ അപ്പു പറഞ്ഞു, ഓരോ കൗണ്ടറിലും എന്ത് ക്യൂ, ഒരു സിസ്റ്റവുമില്ല, ഒരു കാര്യവുമില്ലാതെ ഒരുത്തൻ കൈക്കൂലി ചോദിക്കുന്നു. $10 തരാൻ. $10. ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി. അതെ, അങ്ങനെ ആർക്കും വെറുതെ പൈസ കൊടുക്കാൻ താല്പര്യമുള്ളവനായിരുന്നില്ല അപ്പു. വെറുതെ കൈക്കൂലി ചോദിക്കുന്നു. അത് ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവമാണെന്ന് നമുക്കറിയാമല്ലോ. അവൻ കണ്ണട നെറ്റിയിലേക്ക് ഉയർത്തി വെച്ചു. ഞാനൊരു കാർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പു. അച്ഛാ വെയിറ്റ്. എന്നിട്ടവൻ വന്ന വഴിയിലേക്ക് നോക്കി നിന്നു. ഹിയർ ഷീ കംസ്. ഒറ്റയ്ക്ക് വണ്ടി ഉന്തി വരുന്ന ഒരു ചെറിയ പെൺകുട്ടിയിലാണ് നോട്ടമെത്തുന്നത്. കുട്ടി അടുത്തെത്തിയപ്പോഴാണ് അത് ഉയരം കുറഞ്ഞ ഒരു യുവതിയാണെന്ന് മനസ്സിലായത്. വലിയ വട്ടത്തിലുള്ള കണ്ണട മുഖം മുക്കാലും മറയ്ക്കുന്നുണ്ട്. അപ്പു ഗൗരവത്തിൽ പറഞ്ഞു. അവൾ അതിലേറെ ഗൗരവത്തിൽ എന്തോ മറുപടി. ഇംഗ്ലീഷ് അല്ല എന്ന് മാത്രം മനസ്സിലായി. അച്ഛാ, ഇത് ബേല. ഇംഗ്ലീഷ് കുറച്ച് കഷ്ടിയാണ്, ഫ്രഞ്ചാണ്. ഒരു പുതിയ കഥാപാത്രത്തെ കൂടെ നമുക്ക് കിട്ടി. ബേല, അപ്പുവിൻ്റെ കൂടെ വന്ന പെൺകുട്ടി. ഫ്രഞ്ചുകാരിയാണ് അവൾ. അപ്പു പരിചയപ്പെടുത്തി. ബേല. കേട്ടത് തെറ്റിയിട്ടില്ലല്ലോ? ബേല കൈ നീട്ടി. സ്മിതയുടെ കൈയേക്കാൾ ചെറിയ കൈയ്യ്. പറ്റി ഉപചാരവാക്കുകൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ആവുന്നത്ര തുറന്ന ഒരു ചിരി ചിരിച്ചു. അപ്പു, ഞാനൊരു കാർ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് പോകാം എന്ന് പറയുകയാണ് ശിവസേന. നേരത്തെ എന്ന് പറഞ്ഞു കാർ ഉണ്ട് എന്ന്. അപ്പു ആലോചിച്ചു. അവർ തമ്മിൽ എന്തോ സംസാരം നടന്നു. 5:30 കൊച്ചിൻ ഫ്ലൈറ്റ്. അവിടുന്ന് ബുക്ക് ചെയ്തതാണ്.
അതെ, ഇവിടെ വന്ന് ബോംബെയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് താമസിയാതെ തന്നെ അടുത്ത ഫ്ലൈറ്റിന് കേരളത്തിലേക്ക് വരാനാണ് ഇവർ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ആ ശിവശങ്കരൻ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായി വന്നു. മകൻ മാത്രമല്ല, ഒരു മദാമ കൂടി വിരുന്നു വരുന്നത് കോളനിയിലെ വലിയൊരു സംഭവമാകും. മിസ്സസ് ഡിസൂസയ്ക്ക് ഫ്രഞ്ച് മറിയും. അപ്പോൾ ആ ശിവശങ്കരൻ താമസിക്കുന്ന കോളനിയിലേക്ക് മകൻ്റെ കൂടെ ഒരു മദാമയും കൂടെ വരുമ്പോൾ അവിടെയുള്ളവർക്കെല്ലാം സന്തോഷമാകും. പിന്നെ ആശയവിനിമയത്തിന് പ്രശ്നമൊന്നുമില്ല. മിസ്സസ് ഡിസൂസ ഫ്രഞ്ച് ഭാഷയും കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിലാണ്. വീട്ടിൽ പോവാം, അവിടെ അസൗകര്യമൊന്നുമില്ല. ശിവശങ്കരൻ ഇങ്ങനെ ആകാംക്ഷാഭരിതനായിട്ട് നിൽക്കുകയാണ്. രാത്രി തങ്ങാൻ എയർലൈൻ കമ്പനി ഹോട്ടൽ ഏർപ്പെടുത്തി കൗപ്പൺ തന്നിട്ടുണ്ട്, അപ്പു പറഞ്ഞു. അപ്പോൾ അപ്പുവിന് ശിവശങ്കരൻ്റെ വീട്ടിലേക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല. കമ്പനി തന്നെ അവർക്ക് ഹോട്ടൽ മുറി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇവരെ ഹോട്ടലിലാക്കി നമുക്ക് പോകാം, അതെ, പെണ്ണിനെ അവിടെ ആക്കിയിട്ട് നമുക്ക് രണ്ടുപേർക്കൂടെ പോകാവുന്നതാണ്. അവർ തമ്മിൽ പിന്നെയും സംസാരിച്ചു. കാറവിടെ, തർക്കം തീരട്ടെ എന്ന മട്ടിൽ മാറി നിൽക്കുന്ന ഹംസയോട് വേഗം ആംഗ്യം കാട്ടി. എയർപോർട്ടിൽ നിന്ന് വളരെ അകലെയായിരുന്നില്ല ഹോട്ടൽ. മുന്നിലിരുന്നു. പിന്നിൽ ബേല എന്ന ഫ്രഞ്ചുകാരി തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പു ഇടയ്ക്കൊന്ന് മൂളും. അപ്പു ഡ്രൈവറോട് ഹോട്ടലിൻ്റെ പോർട്ടക്കോവിലെത്തിയപ്പോൾ ലഗേജ് എടുക്കാൻ പറഞ്ഞത് കേട്ട് ചോദിച്ചു, എന്തിനാ എടുക്കണം ഇപ്പോൾ? എടുത്തോട്ടെ, അച്ഛനിപ്പോഴും സെയിം പ്ലേസ്, ദൂരെയുള്ള ആ സ്ഥലത്തല്ലേ താമസം, 1 മണിക്കൂർ മതി. ഹോട്ടലിലെ ജോലിക്കാർ 2 പേർ ലഗേജ് പുറത്തിറക്കി. അവർ കൗണ്ടറിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അസ്വസ്ഥത തോന്നി. മിസ്സസ് ഡിസൂസ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാവും. സ്മിതയും രാജേഷും കിടന്നാലും ഉറങ്ങില്ല. ഡിസൂസയുടെ ഫ്ലൈറ്റിൽ നിന്നെടുത്ത ചൂടാറാത്ത പെട്ടിയിൽ ഭക്ഷണം വെച്ച് ജയശ്രീ പഴയ എന്തെങ്കിലും ഉടുപ്പുകളൊക്കെ ബട്ടൺ തുന്നി ഇരിക്കുന്നുണ്ടാവും. വീട്ടിൽ 2 മക്കളും ജയശ്രീയും അയൽക്കാരി സ്ത്രീയും ഇവർ ചെല്ലുന്നത് കാത്ത് ഉറക്കമിളച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശിവശങ്കർ അസ്വസ്ഥത തോന്നുന്നത്. കാരണം ഇവിടെ വെറുതെ ഇവർ സമയം കളയുകയാണല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ലഗേജുകൾ ഉന്തിക്കൊണ്ട് പോകുന്ന ഹോട്ടൽ പോർട്ടറുടെ പിറകെ നടക്കാൻ തുടങ്ങി. അപ്പു ഒന്ന് തിരിഞ്ഞു നോക്കി. അയാളും അവരുടെ പിന്നിലായി നടന്നു. ഇവളാര്? സുഹൃത്തോ സഹപ്രവർത്തകയോ? കാമുകിയാവില്ല. പിഗ്മിയെപ്പോലുള്ള ഈ പെണ്ണ് ഒരു നിലയ്ക്കും സുന്ദരിയല്ല. ഈ ഹോട്ടലിൻ്റെ ചാരനിറത്തിലുള്ള കെട്ടിടം പുറത്തുനിന്ന് കണ്ടിട്ടേയുള്ളൂ. ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ പടിക്കൽ തന്നെ. അകത്ത് ഇത്ര വലിയ ഒരു ലോകമാണെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നില്ല. ഒരിക്കലും അവസാനിക്കില്ല എന്ന് തോന്നിയ ചുവന്ന കാർപ്പറ്റിട്ട നീണ്ട ഇടനാഴി. മുറിയിൽ പെട്ടികൾ വെച്ച് പോർട്ടർക്ക് അപ്പു പണം കൊടുത്തു. 10-20 ഫ്ലാസ്കിലെയും തണുത്ത വെള്ളം ഗ്ലാസ്സിലൊഴിച്ച് പെൺകുട്ടി അയാളെ നോക്കി ചിരിച്ചു. തൊണ്ടയിൽ തൊട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തഴ്സ്റ്റി. അപ്പു സോഫയിലിരുന്ന് ഷൂസ് അടിക്കുന്നു. കണ്ണാടി മേശയ്ക്ക് മുമ്പിലെ കസേര കണ്ണാടി വെച്ച മേശയ്ക്ക് മുന്നിലെ കസേര നീക്കിയിട്ട് അയാൾ ഇരുന്നു. അപ്പു പറഞ്ഞു, ജെറ്റ് ലേഗ്. ചിലർക്ക് ഇറങ്ങിയ ഉടൻ തുടങ്ങും. വേല വളരെ ടയേർഡാണ്. വിമാനത്തിൽ യാത്ര ചെയ്തിട്ട് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ ആ യാത്ര കൊണ്ടുണ്ടാകുന്ന ഒരുതര അസ്വസ്ഥതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വേല വളരെ ക്ഷീണതയാണ് എന്ന് ശിവശങ്കരനോട് അപ്പു പറയുകയാണ്. അവൾ വെള്ളം കുടിച്ചു കഴിഞ്ഞ് ബെഡിലിരുന്ന് സംസാരിച്ചു. അപ്പു പരിഭാഷപ്പെടുത്തി. ഇന്ത്യ അവൾക്ക് വളരെ ഇഷ്ടമാണ്. ഇന്ത്യയിൽ വരണമെന്ന് വളരെ കാലമായി വിചാരിച്ചിരിക്കുകയായിരുന്നു. അയാൾ അന്വേഷിച്ച ഭക്ഷണം ഡിന്നർ 2 തവണ കഴിച്ചു. ഫ്ലൈറ്റിലെ ഈ ടൈം വ്യത്യാസമുണ്ടല്ലോ. 2 വിരലിളക്കി 2 തവണയും ആംഗ്യം കാട്ടി. അപ്പു സംസാരിക്കുമ്പോൾ കൂടുതൽ ആംഗ്യങ്ങൾ കാട്ടുന്നത് ശ്രദ്ധിക്കാൻ അതും കാരണമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം. ഫ്രഞ്ച് ഭാഷ മാത്രം അറിയാവുന്ന ഭാര്യയുമായിട്ട് ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് കൂടുതൽ ആംഗ്യങ്ങൾ കാണിച്ച് പഠിച്ചതാണ് അപ്പു. ബേലയുടെ അച്ഛൻ ഇറ്റാലിയനാണ്, അമ്മ ഫ്രഞ്ച്. സംഭാഷണം തന്നെപ്പറ്റിയാണെന്ന് മനസ്സിലാക്കി ബേല ചിരിച്ച് ചെറിയ ബാഗെടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഇപ്പോൾ തനിച്ചാണവർ. നീ വരുമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ബേല ക്ഷീണിച്ചിരിക്കുകയാണ്. നിന്റെ കൂടെയാണോ ജോലി? ഫ്രഞ്ച് പഠിപ്പിക്കുന്ന അധ്യാപികയാണവർ. കാനഡയിൽ ഫ്രഞ്ചുകാർ വളരെയുണ്ട്. ഓ, അത് അച്ഛന് എഴുതിയില്ല. കഴിഞ്ഞ മാസമായിരുന്നു ഞങ്ങളുടെ മാര്യേജ്. ഓ, എത്ര നിസ്സാരമായിട്ടാണ് അപ്പു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നോക്ക്. സ്വന്തം പിതാവിനോടാണ് പറയുന്നത്.
ആ വിവാഹം കഴിഞ്ഞു, അച്ഛനെ വിവരം അറിയിക്കാൻ മറന്നുപോയി എന്ന്. അദ്ദേഹം സത്യത്തിൽ ഒന്ന് ഞെട്ടി. അഭിനന്ദിക്കണോ, കൈകൊടുത്ത് അനുഗ്രഹിക്കണോ, എന്ത് ചെയ്യണമെന്നറിയില്ല. എംബസിയിൽ രജിസ്റ്റർ ചെയ്തു. ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഫോട്ടോസ് ഉണ്ട്. വേലയുടെ പെട്ടിയിൽ നോക്കട്ടെ, പുറത്തുണ്ടോ നോക്കട്ടെ. ബെഡിൽ വെച്ച ബാഗ് തുറന്നത് തിരഞ്ഞ് അപ്പു ഫോട്ടോകൾ വെച്ച കവർ കണ്ടെടുത്തു. ധാരാളം ഞെറുകളുള്ള വെളുത്തി ഉടുപ്പിട്ട വേലയും സൂട്ടിട്ട അപ്പുവും കയ്യിൽ പൂച്ചെണ്ടുകളുമായി നിൽക്കുന്നു. 4 പാർട്ടി ചിത്രങ്ങൾ, വിവാഹ ഫോട്ടോവിൻ്റെ കോപ്പികൾ 4 ഉണ്ട്. വേല കുളിമുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അയാൾ ചിരിച്ചു. വീണ്ടും ചിത്രങ്ങൾ നോക്കിയിരുന്നു. ഡ്രൈവർ കാത്തുകിടക്കുന്നു. അയാൾ ഓർമ്മിപ്പിച്ചു, അച്ഛനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പെയിൻറ്ററാണ് എന്നറിയാം. അവൾ അയാളെ ബഹുമാനപൂർവ്വം നോക്കുന്നു. അവൾ തന്നെ ഉത്സാഹത്തോടെ എന്തോ പറഞ്ഞു. അപ്പു പരിഭാഷപ്പെടുത്തി, മോൺട്രിയോളിൽ സ്വന്തം വീടുണ്ട്, അതിഥിമുറിയുണ്ട്, അവിടെ വന്ന് താമസിച്ചാൽ ധാരാളം വരയ്ക്കാൻ കഴിയും എന്ന് വേല ശിവശങ്കറിനെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ കൂടെ പോരെ, നമുക്കവിടെ ചിത്രങ്ങൾ വരച്ച് പണമുണ്ടാക്കാം എന്നാണ്. ഫാൻറ്റം സ്ട്രിപ്പുകളിൽ ചായം തയ്ക്കലാണിപ്പോൾ. അത് അവൾക്കറിയാത്തത് ഭാഗ്യം. പത്രം ഓഫീസ് കാണാൻ വന്ന കുട്ടികൾ ക്യാബിൻ്റെ വാതിക്കൽ നിന്ന് അത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ. ഫാൻറ്റത്തിൻ്റെ സാഹസികതകൾ സ്ഥിരം പിന്തുടരുന്നവരാണവർ. വരയ്ക്കുന്നത് ഈ മനുഷ്യനാണ് എന്ന് അത്ഭുതത്തോടെയാണ് അവർ നോക്കിയത്. അമേരിക്കൻ കമ്പനിക്കാരുടെ ആർട്ട് വർക്കിനെ പറ്റിയും ലീഫാക്കിനെ പറ്റിയും വിവരിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികളെ കൊണ്ടു നടക്കുന്ന പ്രസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, വിട് ഭായ് സാർ, അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ വിചാരിച്ചോട്ടെ, ഒരു മതിപ്പൊക്കെ തോന്നട്ടെ. ഈ കുട്ടികൾ നോക്കുമ്പോൾ ഫാൻറ്റത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ മിനുക്കിയെടുക്കുന്നു ശിവശങ്കരൻ. അപ്പോൾ ഇതെല്ലാം ഈ കഥകളെല്ലാം എഴുതുന്നതും ചിത്രം വരയ്ക്കുന്നതെല്ലാം ശിവശങ്കരാണെന്ന് അവർ കരുതിക്കാണും. അങ്ങനെ കരുതിക്കോട്ടെ എന്നാണ് കൂടെ വന്നയാൾ പറഞ്ഞത്. എന്നും തൻ്റെ സ്വന്തമല്ലെന്നുള്ളത് ശിവശങ്കരനല്ലേ അറിയും. ചിത്രങ്ങളുടെ പായ്ക്കൊക്കെ നീക്കി വെച്ചപ്പോൾ അപ്പു പറഞ്ഞു, വേണമെങ്കിൽ ഒന്നെടുക്കാം, വെഡ്ഡിങ് ഫോട്ടോ. അവൾ ക്യാൻവാസ് ഷൂസ് അടിച്ച് സോക്സ് ഊരി ബാഗിൽ നിന്നെടുത്ത ഒരു ട്യൂബിലെ ക്രീം പുരട്ടാൻ തുടങ്ങി കാൽവിരലുകൾക്കിടയിൽ. സംസാരിക്കാൻ പറ്റിയൊരു വിഷയം കണ്ടെത്താൻ അയാൾ മനസ്സിൽ കാടും പടലുമൊക്കെ ചികഞ്ഞു നോക്കി അസ്വസ്ഥതയോടെ ഇരുന്നു. വിഷയം കിട്ടി. നൂറ്റാണ്ടിലെ മഴ. ദൂരെ പുറംകടലിലൂടെയോ ചുരമാന്തി നടക്കുന്ന കൊടുങ്കാറ്റ്. വിഷയം കണ്ടുകിട്ടിയപ്പോൾ ആശ്വാസം. അയാൾ പെരുമഴയത്ത് നഗരത്തിൽ ഈ ജീവിതമാകെ സ്തംഭിച്ചതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങി. അപ്പു സോഫയിൽ തലചായ്ച്ച് കണ്ണടയ്ക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് എന്താ, ഉറങ്ങണം? ഫ്ലൈറ്റിൽ മുഴുവൻ ഉറക്കം തന്നെയായിരുന്നു. ദാഹിക്കുന്നു. അയാൾ എഴുന്നേറ്റ് പോയി വെള്ളം കുടിച്ചു. ഹംസയ്ക്ക് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ടൊരു സിഗരറ്റ് കൂടി കത്തിച്ചു. പുറത്തെ ഇടനാഴിയിലൂടെ ട്രോളുകൾ ഉരുണ്ടു പോകുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ജനാലയിലൂടെ എയർപോർട്ട് കാണുന്നില്ല. ഹോട്ടലിൻ്റെ പിൻവശമായിരിക്കണം ഇത്. അപ്പുവിന് എത്ര ലീവുണ്ട്? ഓഗസ്റ്റ് 7 പോകണം. ഇവിടെ അപ്പോൾ 6 ഇല്ല, വയ ഡൽഹി. വേലയ്ക്ക് ഡൽഹി കാണണം. അങ്ങനെയാണ് ബുക്കിംഗ്. അപ്പോൾ തിരിച്ചു പോകുന്നത് ഡൽഹിയിൽ ചെന്നിട്ടാണ്, മുംബൈ വഴിയല്ല. പറയണോ എന്ന് സംശയിച്ചത് ഒരുവിധവും പറഞ്ഞിപ്പിച്ചു. കുട്ടികൾക്ക് നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. കാണാലോ. അപ്പു ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ടെന്തോ ഓർത്ത്, അച്ഛാ, ചോറ്റാനിക്കലയിൽ കല്യാണം നടത്താറില്ല. ഉവ്വെന്ന തോന്നുന്നത്. അപ്പു ഷൂസ് അടിച്ചുകൊണ്ട് പറഞ്ഞു, വേലയ്ക്ക് നമ്മുടെ രീതിയിൽ ഒരു കല്യാണം കൂടി നടത്തണം എന്നുണ്ട്. പിന്നെ ബാധയൊഴിപ്പിക്കലിനെ പറ്റി ഫോട്ടോ എടുക്കണം. ഷീസ് ആൻ എക്സലൻ്റ് ഫോട്ടോഗ്രാഫർ. അവൾക്ക് നാട്ടിൽ വന്ന് ചോറ്റാനിക്കരയിൽ വെച്ച് നമ്മുടെ രീതിയിൽ ഒരു കല്യാണം നടത്തണം. പിന്നെ പ്രേതയൊഴിപ്പിക്കലിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കണം. അവൾ നല്ലൊരു ഫോട്ടോഗ്രാഫറാണെന്നും അപ്പു പിതാവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. വേല പതുക്കെ തലയിണയിലേക്ക് കയറിക്കിടന്ന് കണ്ണടയ്ക്കുന്നത് കണ്ടപ്പോൾ അയാൾ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ, ശരി അച്ഛൻ, നടക്കൂ. അപ്പു ഭാര്യയെ വിളിച്ചു. അവൾ പ്രസരിപ്പോടെ ചാടി എഴുന്നേറ്റു. എന്തോ പറയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. പോകുമ്പോൾ ഇവളോട് എന്ത് പറയണം? വെൽക്കം, ഗുഡ് ടു സീ യു, അതോ നൈസ് ടു ഹാവ് മീറ്റ് യു എന്നോ? അവൾ മുന്നോട്ട് വന്ന് മുന്നിൽ നിന്ന് ഷൂവിൻ്റെ ലേസ് ശരിയാക്കാൻ കുനിഞ്ഞപ്പോൾ നല്ല
ചെളി പിടിച്ച ഷൂസിൽ അവളുടെ വിരലുകൾ പതിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമസ്കരിക്കുകയാണ് എന്ന്. എന്നിട്ട് നിവർന്നു നിന്ന് അവൾ ഉരുവിട്ടു, അച്ഛൻ. എന്നിട്ട് അയാളെ ആശ്ലേഷിച്ചു. ആകെ അമ്പരന്ന് പോയ അയാൾ അവളുടെ ശിരസിൽ കൈവച്ചു. വാക്കുകൾ വന്നില്ല. മനസ്സിൽ പറഞ്ഞു, നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ. അപ്പോൾ നമ്മുടെ രീതിയിൽ തന്നെ ആചാരം ചെയ്യുകയാണ് ബേല. അച്ഛൻ്റെ പിതാവിൻ്റെ കാല് തൊട്ട് വന്ദിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അദ്ദേഹം കൈവച്ച്, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. എന്ത് പറയണം എന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണല്ലോ ശിവശങ്കരൻ. എങ്കിലും മനസ്സുകൊണ്ട് പറഞ്ഞു, നല്ലത് വരട്ടെ എന്ന്. വാക്കുകൾ അപ്പോൾ വിട്ടുപോയത് എന്തോ ചെയ്തു തീർക്കാനുള്ള ബദ്ധപ്പാടോടെ അപ്പുവും തിരക്കിട്ട് വന്ന് കാൽ തൊട്ടു. അയാൾ മകനെ കെട്ടിപ്പിടിച്ചു. നന്നായി വരട്ടെ. വാതിക്കൽ നിന്ന് അയാൾ ആത്മവിശ്വാസത്തോടെ ചിരിച്ച് അവർക്ക് രണ്ടുപേർക്കും കൈകൊടുത്തു. പിന്നെ ധൃതിയിൽ നടന്നു. നന്നായി വരട്ടെ. മഴവെള്ളം മാറുന്ന റോഡ് ഉണങ്ങിയിട്ടുണ്ട്. ആകാശത്തിൻ്റെ ചെരുവിൽ ഇപ്പോൾ മഴക്കാറില്ല. ഹംസയുടെ സ്റ്റീരിയോവിൽ നിന്ന് ഒരിക്കൽ കൂടി ഏക് ദോ തീൻ എന്ന പാട്ട് കേട്ടു. സന്ധ്യയ്ക്ക് പെണ്ണ് പാടിയ പാട്ട് ഇപ്പോൾ ആണ് പാടുന്നു. കോളനിയിൽ ടാക്സിയിൽ നിന്നിറങ്ങുമ്പോൾ കെട്ടിടങ്ങളെല്ലാം ഇരുണ്ട് കിടക്കുന്നു. ഇയാൾ താമസിക്കുന്ന ആ കോളനിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3-ാം നിലയിലെ ഫ്ലാറ്റിൽ മാത്രം വെളിച്ചം കണ്ടു. കുട്ടികൾ കിടന്നിരിക്കുന്നു. എല്ലാവരും ഫ്ലാറ്റിലുള്ളവരെല്ലാം ഇറങ്ങി. അപ്പുവിൻ്റെ ശിവശങ്കറിൻ്റെ വീട്ടിൽ മാത്രമേ ഇപ്പോൾ വെളിച്ചമുള്ളൂ. അവർ അപ്പുവിനെ കാത്തിരിക്കുകയാണല്ലോ. വാതിൽ തുറന്നത് രാജേഷായിരുന്നു. നീണ്ട കാലുറ, ഷൂസ്, വേൾഡ് ചാമ്പ്യൻ എന്നെഴുതിയ ടീഷർട്ട്. അതിഥിയെ സ്വീകരിക്കാനുള്ള വേഷം. അതെ, രാജേഷ്, ശിവശങ്കറിൻ്റെ മകൻ. അപ്പുവൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് അവനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നിയ കപ്താന് പകരം ഇളം മഞ്ഞ നിറത്തിലുള്ള സാരി ഉടുത്ത ജയശ്രീ, പാഷനിൽ കെട്ടിവെച്ച മുടി, ദീപാവലിക്ക് വാങ്ങിയ ചുവപ്പും മഞ്ഞയുമായ സൽവാർ കമ്മീസിട്ട സ്മിത, ക്രിസ്മസിൻ്റെ ബാക്കിയുള്ള വൈൻ കുപ്പിയിൽ തിരിപ്പിടിച്ച് ഊണുമേശയ്ക്കരികെ മിസ്സസ് ഡിസൂസ, ഫ്ലവർ വേസിൽ ചട്ടിയിൽ നിന്ന് മുറിച്ചെടുത്ത പൂക്കൾ. അപ്പോൾ എല്ലാവരും ശിവശങ്കറിൻ്റെ കൂടെ വരുന്ന അപ്പുവിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മിസ്സസ് ഡിസൂസയാണെങ്കിൽ മിച്ചം, ക്രിസ്മസിന് കുടിച്ചതിൻ്റെ മിച്ചം വന്ന വൈൻ കുപ്പിയൊക്കെ കയ്യിൽ പിടിച്ച് അവരങ്ങനെ ഇരിക്കുന്നു. ഫ്ലവർ ബേസിൽ പുതിയ പൂക്കൾ വെച്ചിരിക്കുന്നു. അങ്ങനെ അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കി പാവങ്ങൾ ശിവശങ്കറിനെയും അപ്പുവിനെയും സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. വാതിൽ അടയ്ക്കാൻ വേണ്ടി പുറംതിരിഞ്ഞു നിന്നപ്പോൾ ചോദ്യങ്ങൾ ചാടി വരും മുമ്പേ പറഞ്ഞു തീർന്നു. വന്നില്ല. ഇങ്ങോട്ട് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നതിന് മുമ്പേ ശിവശങ്കരൻ അങ്ങോട്ട് കയറി പറയുകയാണ്, വന്നില്ല. കാലാവസ്ഥ. മിസ്റ്റർ ഡിസൂസ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞില്ലേ, 300 കിലോമീറ്റർ സ്പീഡിലാണ് കൊടുങ്കാറ്റ് സഞ്ചരിക്കുന്നത്. അടിയിലൊന്ന് വരച്ചത്. പോന്നപ്പോൾ തന്നെ ഡിസൂസ മുന്നറിയിപ്പ് നൽകിയതാണ്. കൊടുങ്കാറ്റും പേമാരിയുമായിരുന്നല്ലോ അവിടെ. ഫ്ലൈറ്റുകൾ വരാനുള്ള സാധ്യത കുറവാണ്. കാലാവസ്ഥ നിരീക്ഷണമൊക്കെ നടത്തി TV-യിലെ വാർത്തകളൊക്കെ കേട്ട് ഡിസൂസ അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കാമല്ലോ. ഒന്ന്, കൂടിയൊരു പെണ്ണുണ്ടായിരുന്നു, അവർക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്, അവൾക്ക് അസുഖമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരോട് വിശദീകരിക്കണ്ടല്ലോ. അതുകൊണ്ട് ശിവശങ്കരൻ തന്ത്രപൂർവ്വം ഒരു നുണ പറഞ്ഞതാണ്. മോശം കാലാവസ്ഥ കാരണം ഫ്ലൈറ്റ് വന്നില്ല, അവരെത്തിയില്ല. ആരെയും നോക്കാതെ അയാൾ വേഗം കിടപ്പുമുറിയിലേക്ക് നടന്നു. എന്തിനു വിസ്തരിക്കണം? 22 മണിക്കൂർ വിമാനത്തിൽ ഇരുന്നാലത്തെ ക്ഷീണം ഇവർക്ക് എത്ര വിവരിച്ചാലും മനസ്സിലാവില്ല. ജെറ്റ് ലാഗ് എന്താണെന്നറിയില്ല. അവരെ കുറ്റപ്പെടുത്തും മനസ്സിലെങ്കിലും. പിന്നീട് എപ്പോഴെങ്കിലും പറയണം. അവർ വന്ദിച്ചു, കാലിൽ തൊട്ട് വന്ദിച്ചു. അത്ഭുതം. ചെളിപുരണ്ട ഷൂസിൽ ഇതാ വിരലടയാളങ്ങൾ. ഇത് മാഞ്ഞു പോകും മുമ്പ് ഒരിക്കൽ പറയണം. അവൾ തെറ്റാതെ പറഞ്ഞൊരു വാക്കുണ്ട്. അച്ഛൻ നമസ്കരിച്ചു. അത് മതി. ഈശ്വര, എനിക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ മതി. ആ വാക്യത്തിൻ്റെ ഇടയിലൊന്ന് വരച്ച് ശിവശങ്കരൻ സംതൃപ്തനാണ്. മകൻ്റെ ഭാര്യയെ കണ്ടു. വിവാഹം പോലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അച്ഛൻ എന്ന് വിളിച്ചു.
കാലിൽ തൊട്ട് വന്ദിച്ചു. മതി, എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ മതി, അതിൽ കൂടുതൽ അർഹിക്കാനുള്ള യോഗ്യത ശിവശങ്കരനില്ല എന്നുള്ളത് നമുക്കറിയാം. നാട്ടിൽ ഉണ്ടായിരുന്ന മകനെയും ഭാര്യയെ ഉപേക്ഷിച്ച് ബോംബെയിൽ പോയി വേറെ വിവാഹം കഴിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഭാര്യയിലുണ്ടായ മകനിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാൻ അവകാശമില്ലല്ലോ. അതിനുള്ള അർഹത അയാൾക്കില്ല. അയാൾ കട്ടിലിലേക്ക് ചാഞ്ഞു. തെളിഞ്ഞ മാനം കാട്ടി ആളുകളെ കബളിപ്പിച്ച് ഒളിഞ്ഞു നിന്ന കൊടുങ്കാറ്റ് ചീറിയെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു. ചെവിയിലും ഇരമ്പം, കെട്ടിടമാകെ ഉലഞ്ഞു വിറച്ചു. വിമാനം ഇറങ്ങും വരെ ക്ഷമിച്ചത് ദൈവാധീനമാണ്. ആരാണ് ചുറ്റും ചവിട്ടി മെതിക്കുന്നത്? ഡാഡി എന്തിനാ കരയണത്? അയാൾ ചാടി എഴുന്നേറ്റ്. താൻ കരയുന്നു, തന്നോട് അങ്ങനെ ചോദിക്കുന്നു എന്നൊക്കെയുള്ള തോന്നൽ ശിവശങ്കരനുണ്ടാകുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രമാത്രം കലുഷിതമാണെന്നുള്ളത് തന്നെ കാരണം. ആരടി പറഞ്ഞത്? നീയോ? എടാ നീയോ? മാറി നിൽക്കൂ. ആരും എന്നെ താങ്ങേണ്ട. ഞാനെന്തിനു വീഴണം? ഞാനെന്തിനു കരയണം? മാറി നിൽക്ക്. കാൽ തൊടുന്ന ഒരു കുനിഞ്ഞിരിക്കുന്ന രൂപം നഷ്ടപ്പെടാതിരിക്കാൻ മനസ്സിൽ ചേർത്ത് പിടിച്ചു. നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ. ആരാണ് പെറുപിറുക്കുന്നത്? ആരാണ് അവിടെ തേങ്ങുന്നത്? അയാൾ ചുവരിന് നേർക്ക് മുഖം തിരിച്ചു കിടന്നു. മുറിയിൽ നിന്ന് കാറ്റിൻ്റെ ഇരമ്പം പതുക്കെ പതുക്കെ പുറംകടലിലേക്ക് അകന്നുപോയി. കടലിൻ്റെ കൊടുങ്കാറ്റിൻ്റെ നൃത്തം. അരിയിൽ ഇലൻ തുണ്ടുകൾ കോർത്തിട്ട രാക്ഷസൻ, കൊമ്പുവെച്ച കിരീടം. കരിനീലക്കടലിൻ്റെ മീതെ നിന്ന് രാക്ഷസൻ ചവിട്ടി മെതിക്കുന്നു. കയ്യിൽ പറിച്ചെടുത്ത നക്ഷത്രങ്ങൾ, കറുത്ത അലകൾ. നേരത്തെ വരച്ച ചിത്രത്തിൻ്റെ നരച്ച നീലയെ മുക്കിക്കളഞ്ഞല്ലോ. ഭീതിതമായ അല്ലെങ്കിൽ ഭീകരമായ കാഴ്ചകൾ ശിവശങ്കരൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അത് അദ്ദേഹത്തിൻ്റെ മാനസിക വിക്ഷോഭത്തെ സൂചിപ്പിക്കുന്നു. ഉണരുമ്പോൾ ഇതെങ്കിലും മാഞ്ഞു പോകരുത് എന്ന പ്രാർത്ഥനയോടെ അയാൾ കണ്ണടച്ചു. കഥ എവിടെ അവസാനിക്കുകയാണ്. തൽക്കാലം നമുക്കിവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ കഥയിലേക്ക് വരികയും ചെയ്യും.